ഹജ്ജ് തീർത്ഥാടകർക്ക് യാത്രയയപ്പ് നൽകി. കേരള മുസ്ലിം ജമാഅത്ത് കായംകുളം നോർത്ത് സർക്കിളാണ് ഹജ്ജ് തീർത്ഥാടകർക്ക് യാത്രയയപ്പ് നടത്തിയത്. ദുആ സംഗമവും സംഘടിപ്പിച്ചു. കേരള മുസ്ലിം ജമാഅത്ത് കായംകുളം നോർത്ത് സർക്കിളാണ് ഹജ്ജ് തീർത്ഥാടകർക്കുള്ള യാത്രയയപ്പും ദുആ സംഗമവും സംഘടിപ്പിച്ചത്. കായംകുളം TA കൺവെൻഷൻ സെന്ററിൽ സംഘടിപ്പിച്ച സംഗമത്തിൽ സമസ്ത കേന്ദ്ര മുഷാവറ അംഗം എ ത്വാഹ മുസ്ലിയാർ മുഖ്യ പ്രഭാഷണം നടത്തി. ഈ വർഷം വിശുദ്ധ ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ അനുമതി ലഭിച്ച ഹാജിമാർക്ക് വേണ്ടിയുള്ള ഒരു ഹ്രസ്വമായ ദുആ സമ്മേളനമാണ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഹജ്ജിനെ സംബന്ധിച്ച് വിശദമായി സംസാരിക്കാനുള്ള സാഹചര്യമല്ല, അതിൻ്റെ ആവശ്യവും ഇപ്പോഴില്ല. കാരണം ഹജ്ജിനെക്കുറിച്ച് ഞാൻ ആലോചിക്കുമ്പോൾ തന്നെ ഹജ്ജിൻ്റെ ക്ലാസ്സുകളിലും മറ്റു പല രീതിയിലും ഹജ്ജിനെ സംബന്ധിച്ച് പഠിക്കാൻ ശ്രമിക്കുകയും പഠിക്കുകയും ചെയ്തവരാണ് കൂടുതൽ ആളുകൾ. എന്നാൽ തന്നെയും വിശുദ്ധ ഹജ്ജ് കർമ്മം നിർവഹിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നാം ചെയ്യുന്ന സൽക്കർമ്മം പോലെയല്ല. നിസ്കാരം നമ്മൾ ചെറുപ്പത്തിൽ 7 വയസ്സ് മുതലേ നമ്മൾ ശീലിച്ച് പരിചയമുള്ളൊരു വിഭാഗത്താണ്. നോമ്പും സക്കാത്തും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് പരിചയമുള്ളതാണ്. ഹജ്ജ് എന്നുള്ളത് അങ്ങനെയല്ല. കാരണം ജീവിതത്തിൽ ഒരു പ്രാവശ്യം മാത്രം നിർവഹിക്കാൻ മിക്കവർക്കും അവസരം ലഭിക്കുന്ന, നമ്മുടെ സാഹചര്യത്തിൽ തികച്ചും വ്യത്യസ്തമായ സാഹചര്യം, കാലാവസ്ഥയും പ്രകൃതിയും ഭാഷയും എല്ലാം വ്യത്യസ്തമായ സ്ഥലത്ത്, നമുക്ക് മുൻ പരിചയമില്ലാത്ത സ്ഥലത്ത് പരിചയമില്ലാത്ത അമലുകൾ നിർവഹിക്കുമ്പോൾ നമുക്കെല്ലാം ഒരു സ്വാഭാവികമായി ഒരു മാനസിക സംഘർഷവും പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും. സർക്കിൾ പ്രസിഡന്റ് ഹാഷിം സഖാഫി അധ്യക്ഷത വഹിച്ചു. സംഗമം നടത്തണമെന്ന് തീരുമാനിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ നേരത്തെ തീരുമാനിച്ചിരുന്ന താലിബാനുകളുടെ പള്ളിയിൽ നിന്നും നമ്മുടെ PA-യിലോട്ട് മാറ്റിയത്. കഴിഞ്ഞ ദിവസം വരെയും നമ്മുടെ ഹാജിമാരും ഹാജമാരും വിവിധങ്ങളായ പഠന ക്ലാസുകളിലൊക്കെ സംബന്ധിച്ച് ആവശ്യമായ എല്ലാ അറിവുകളും നേടിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയുള്ള അവരുടെ സമയം വളരെ വിലപ്പെട്ടതാണ്. ബന്ധുമിത്രാദികളുടെ അടുക്കൽ പോയി യാത്ര ചോദിക്കുക, അവരുടെ വീടുകളിൽ ദുആ മജ്‌ലിസ് സംഘടിപ്പിക്കുക തുടങ്ങിയ വളരെ തിരക്ക് പിടിച്ചിരിക്കുന്ന ഒരു ഘട്ടത്തിൽ ഈ ഒരു പഠന ക്ലാസിന്റെ ആവശ്യകത ഇല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഒരു ദുആ മജ്‌ലിസാണ് പ്രധാനമായിട്ടും. മുസ്ലിം ജമാഅത്ത് സോൺ പ്രസിഡന്റ് നിസാർ സഖാഫി, SYS സോൺ പ്രസിഡന്റ് ഇമാമുദ്ദീൻ സഖാഫി, നൈസാം സഖാഫി തുടങ്ങിയവർ പങ്കെടുത്തു. സയ്യിദ് ഹുസൈൻ ചാലിശ്ശേരി തങ്ങൾ ദുആ മജ്‌ലിസിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കായംകുളം.